ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. പല ആൾക്കാരും ഇഗ്നോർ ചെയ്യുന്നതാണ്. നമ്മൾ മിക്കവരും ഏകദേശം റെഗുലർലി ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യാറുണ്ട്. റിപ്പോർട്ട് നോക്കിയിട്ട് നമ്മുടെ ഡോക്ടർ പറയാറുണ്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ ആണ്, HbA1c നോർമൽ ആണ്. അപ്പൊ നാച്ചുറലി നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മുടെ മെറ്റബോളിസം പെർഫെക്റ്റ്ലി ഹെൽത്തി ആണെന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ടെസ്റ്റുകൾ എന്താണ് മെഷർ ചെയ്യുന്നത്? ഈ ടെസ്റ്റുകൾ ബേസിക്കലി മെഷർ ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ ആണ്. അപ്പൊ അതൊന്നും ഇൻസുലിൻ നേരിട്ട് മെഷർ ചെയ്യുന്നില്ല. സോ ബ്ലഡ് ഷുഗർ അബ്നോർമൽ ആവുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാം. സോ അതിലും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാബ് റിപ്പോർട്ട് മാറുന്നത് എപ്പോഴാണ് ആ ഒരു ബ്ലഡ് ഷുഗർ അബ്നോർമൽ ആവുന്നത്? അതിനും മച്ച് ബിഫോർ നമ്മുടെ ബോഡി നമുക്ക് അതിന്റെ സിഗ്നൽസ് തന്നു തുടങ്ങും. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്നത് നമ്മുടെ സ്കിന്നിൽ തന്നെയാണ്. സോ ഇന്ന് നമ്മൾ ഓവർ വെയിറ്റ് ആയിരിക്കില്ല, സ്ലിം ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ സ്കിന്നിൽ തന്നെ പല സൈൻസിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു 7 സൈൻസ് ആണ് ഞാനിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ കഴുത്തിന്റെ പുറകിലുള്ള ഭാഗം, നെക്കും ഷോൾഡറും ചേരുന്ന ഒരു ഭാഗത്ത് ഒന്ന് വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. സാധാരണ സ്കിന്നിനേക്കാളും തിക്ക് ആയിട്ട് നിങ്ങൾക്ക് അവിടെ തോന്നുന്നുണ്ടാവും. അവിടെ അവിടെ ഒരു കറുത്തതും കട്ടിയായിട്ടുള്ള ഒരു സ്കിൻ ഡെവലപ്പ് ചെയ്യും. ഒരു വെൽവെറ്റ് പോലത്തെ ഒരു സോഫ്റ്റും കുറച്ച് തിക്ക് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ സൈഡിലുള്ള സ്കിന്നിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് കാണുന്നുണ്ടാവും. സോ ഈ ഒരു കണ്ടീഷനെയാണ് അക്കന്തോസിസ് നിഗ്രിക്കൻസ് എന്ന് വിളിക്കുന്നത്. ഇതിനെ പലരും ഡേർട്ട് ആണെന്ന് വിചാരിക്കും, അതിനെ കൂടുതൽ സ്ക്രബ് ചെയ്യാൻ നോക്കും, സോപ്പ് മാറ്റാൻ നോക്കും, അല്ലെങ്കിൽ ടാൻ ആണെന്ന് വിചാരിക്കും, ബ്ലീച്ചിങ് പ്രോഡക്ട്സ് ഉപയോഗിക്കും. പക്ഷെ അത് പോകില്ല, അത് അവിടെ നിൽക്കും. അത് കാരണം അതൊരു ഡേർട്ടോ ടാനോ ഒന്നും അല്ല. അവിടെ ശരിക്കും സ്കിൻ തിക്ക് ആയേക്കാണ്. അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻസുലിൻ ലെവൽ കുറെ നാളിങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഇൻസുലിൻ സ്കിൻ സെൽസിനെ കൂടുതലും മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. സോ സ്കിൻ സെൽസ് അവിടെ കൂടുകയും ചെയ്യും. അത് ബിൽഡപ്പ് ചെയ്യുമ്പോൾ അവിടെ സ്കിൻ തിക്ക് ആവാണ്, കൂടുതൽ സ്കിൻ സെൽസ് ഡെവലപ്പ് ചെയ്ത് അത് അവിടെ തിക്ക് ആവാണ് ചെയ്യുന്നത്. സോ തിക്ക് സ്കിൻ എന്താ ചെയ്യുന്നത്, ലൈറ്റിന് റിഫ്ലക്ട് ചെയ്യുന്നത് ഡിഫറെന്റ്ലി ദാൻ ദ അതർ സ്കിൻ ആയിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം ബ്ലാക്ക് ആയിട്ട് കാണുന്നത്. അതിന്റെ ഒരു ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു രീതി വേറെയാണ് നോർമൽ സ്കിന്നിനെ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം ഡാർക്ക് ആയിട്ട് കാണുന്നത്. അതിനാൽ ഇവിടെ ഇതൊരു സാധാരണ ഒരു കളർ ചേഞ്ച് അല്ല, സാധാരണ ഒരു തിക്നെസ് അല്ല. അതൊരു ക്രോണിക്കലി എലിവേറ്റഡ് ആയിട്ടുള്ള ഇൻസുലിന്റെ ഇൻഫ്ലുവൻസ് കാരണം സ്കിൻ ലെയർ തിക്ക് ആയതായിരിക്കാം. സോ ഫസ്റ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ സൈൻ ആണ് നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒരു വെൽവെറ്റ് ടൈപ്പ് ഒരു സ്കിൻ വരുന്നുണ്ട്, തിക്ക് ആയിട്ടുള്ള സ്കിൻ വരുന്നുണ്ട്, ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സ്കിൻ ടാഗ്സ് വരും. ചെറിയ 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 ഒന്നോ രണ്ടോ അവിടെ ഇവിടെയൊക്കെ വരുന്നത് നോർമൽ ആണ്. പക്ഷെ ഒരു ക്ലസ്റ്റർ ആയിട്ട് ഒന്നോ രണ്ടോ സ്കിൻ ടാഗ്സ് അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഏജ് കൂടുമ്പോൾ നമ്മുടെ ഫ്രിക്ഷൻ കാരണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്കിൻ ടാഗ്സ് വരുന്നതാണ്. പക്ഷെ ഒരുപാട് സ്കിൻ ടാഗ്സ് ഒരു ക്ലസ്റ്റർ ആയിട്ട് വരുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ നെക്ക് ഏരിയ അല്ലെങ്കിൽ ആംപിറ്റ്സിൽ, ക്രോയിൻ ഏരിയ, അതുപോലെ ബ്രസ്റ്റിന്റെ താഴെ ഭാഗത്ത്. സോ ഇവിടെയൊക്കെ സ്കിൻ ടാഗ്സ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ ആ ഒരു ഡാർക്ക് വെൽവെറ്റി സ്കിൻ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരേ അണ്ടർലൈൻ മെറ്റബോളിക് പ്രോബ്ലത്തിന്റെ സൈൻ തന്നെയാണത്. ഏതാണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ്. സോ ഫ്രിക്ഷൻ കൊണ്ടാണ് സ്കിൻ ടാഗ് ഉണ്ടാകുന്നതെങ്കിൽ അത് എല്ലാവർക്കും ഒരേ രീതിയിൽ ഉണ്ടാവണം. പക്ഷെ അത് ചിലർക്ക് ഈ ഡസൻസ് ആയി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, മറ്റു ചിലർക്ക് അങ്ങനെയൊന്നും ഇല്ല, അല്ലെ? സോ ഫ്രിക്ഷൻ ഒരു പക്ഷെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷെ ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു ക്ലസ്റ്റർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ഹയർ പോസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഇൻസുലിൻ സ്കിൻ സെൽ ഗ്രോത്തിന് സിഗ്നൽ കൊടുക്കുന്നതും ഒരു ഫാക്ടർ ആയേക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ സ്കിൻ ടാഗ്സ് കാണുമ്പോൾ ഇൻസുലിൻ ലെവൽ വളരെ കാലമായിട്ട് എലിവേറ്റഡ് ആയിരുന്നേക്കാം എന്നുള്ളൊരു ക്ലൂ ആണ് അത് നമുക്ക് തരുന്നത്. സോ അവിടെയും ഇൻസുലിൻ റെസിസ്റ്റൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്, അഡൾട്ട്സിന് വരുന്ന ആക്നി. അതാണ് മൂന്നാമത്തെ. അഡൾട്ട്ഹുഡിൽ നമ്മൾ പുതിയതായിട്ട് ഞാൻ ടീനേജ് ആക്നിനെ കുറിച്ചല്ല പറയുന്നത്. 30കളിലും 40കളിലും പുതിയതായിട്ട് ആക്നി വരിക, പ്രത്യേകിച്ച് നമ്മുടെ ജോ ലൈൻ, ചിൻ അല്ലെങ്കിൽ ലോവർ ചീക്സ്, ആ ഏരിയാസിൽ കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റിക് പിമ്പിൾസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ ഹെഡ് ഫോം ചെയ്യുന്നതല്ല. പക്ഷെ ഇതങ്ങനെ മാറുകയില്ല പെട്ടെന്ന്, അല്ലെ? അവിടെ വരും, കറുത്ത പാട് വരും, അങ്ങനെ നിൽക്കും. അപ്പൊ നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്റ്റിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ ചേഞ്ചസ് ഒന്ന് ആക്ച്വലി ടെസ്റ്റ് ചെയ്ത് നോക്കണം. പ്രോബബ്ലി ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കാം. ഇനി ഫേഷ്യൽ ഹെയർ ഉണ്ടാവുക, നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നൽ. ഇത് കൂടുതൽ സ്ത്രീകളിലാണ് കാണുന്നത്, ഫേഷ്യൽ ഹെയറുകൾ, റൈറ്റ്? പുരുഷന്മാർക്ക് സാധാരണ കോഴ്സ് ഹെയർ വരുന്ന ഭാഗത്ത് സ്ത്രീകൾക്ക് കുറച്ച് തിക്ക് ഡാർക്ക് ഹെയർ വരുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ചിൻ ഏരിയാസിൽ അല്ലെങ്കിൽ അപ്പർ ലിപ്പ് ഏരിയാസിൽ അല്ലെങ്കിൽ ജോ ലൈൻ, ചെസ്റ്റ് ഏരിയാസിൽ, അബ്ഡോമൻസ്, അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറലി ഉള്ള ആ ഒരു ഫൈൻ ബോഡി ഹെയറിനെക്കാളും കുറച്ചും കൂടി തിക്ക് ആയിട്ടുള്ള, നാച്ചുറലി ഉള്ളത് നോർമൽ ആണ്. ആ ഒരു ബോഡി ഹെയറിന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്.
കോഴ്സ് ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള ഒരു ഡാർക്ക് ഹെയർ ഗ്രോത്ത് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അത് കാരണം ഹോർമോൺ ലെവലിലുള്ള ഒരു ചേഞ്ചസ് കൊണ്ടാണ് അത് ഉണ്ടാകുന്നത്. സോ പ്രത്യേകിച്ച് ഒരു ആൻഡ്രോജൻ ആക്ടിവിറ്റി കൂടുന്നതാണ് അവിടെ കാരണം. അഞ്ചാമത്തെ എന്ന് പറയുന്നത് എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ദിസ്. നമ്മൾക്ക് ഹെയർ വരണ്ടാത്തടത്ത് ഹെയർ വരുന്നതാണ് ഞാൻ 4 പറഞ്ഞത്. ഹെയർ ഉണ്ടാവേണ്ടടുത്ത് ഹെയർ പോകുന്നത് തലയിന്നൊക്കെ. അതാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം. അതായത് ഫേസിൽ നമുക്ക് അൺവാണ്ടഡ് ഹെയർ ആണ് അവിടെ ഹെയർ ഉണ്ടാവുന്നത്, അവിടെ കൂടുതൽ ഹെയർ വരുന്നു. അതേപോലെ തന്നെ സ്കാൽപ്പില് എന്ത് സംഭവിക്കുന്നു? ഓപ്പോസിറ്റ്, സെയിം ഹോർമോൺ ആണ്. ഈ ഫേസിൽ അൺവാണ്ടഡ് ഹെയർ ഉണ്ടാക്കുന്ന അതേ ഹോർമോൺ തന്നെയാണ് സ്കാൽപ്പിൽ ഓപ്പോസിറ്റ് എഫക്ട് ഉണ്ടാക്കുന്നത്. സ്കാൽപ്പിൽ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വരെ ചെയ്യും ഹെയർ ഫോളിക്കിൾസിനെ പതുക്കെ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. സോ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആ ഒരു ഹെയർ ഭയങ്കര തിന്നാവും. അതുപോലെ നമ്മുടെ സെന്റർ പാർട്ട് കുറച്ച് ഭയങ്കര വീതിയിൽ വരും, അവിടെ ഹെയർ ഡെൻസിറ്റി കുറയും. ആ ഒരു ടൈപ്പ് ഓഫ് ഹെയർ ലോസിനാണ് നമ്മൾ ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് വിളിക്കുന്നത്. പലരും ഇതിന് ഹെയർ ലോസ് ആയിട്ട് കാണും, അതിനുള്ള ട്രീറ്റ്മെന്റ് അന്വേഷിക്കും, ഹെയർ ഓയിൽ മാറ്റും, സപ്ലിമെന്റ്സ് കഴിക്കും, ഹെയർ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു ഹോർമോണൽ ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്നതാണ്. സോ അണ്ടർലൈങ് മെറ്റബോളിക് പ്രോബ്ലം അല്ലെങ്കിൽ ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ആക്ച്വലി ഈ 3 ഒരുമിച്ചാണ് സാധാരണ വരാറ്. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ആക്നി, അതുപോലെ ഫേഷ്യൽ ഹെയർ വരുന്ന അൺവാണ്ടഡ് ഹെയർ വരുന്നതും വാണ്ടഡ് ഹെയർ പോകുന്നതും. സോ അഡൽട്ട് ആക്നി, എക്സസ് ഫേഷ്യൽ ഹെയർ, സ്ത്രീകൾക്ക് സ്കാൽപ്പ് ഹെയർ തിന്നിങ്, ഇത് 3 പുറമേ നോക്കുമ്പോൾ 3 അൺറിലേറ്റഡ് ആണ്. പക്ഷേ മിക്കപ്പോഴും ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരേ മെക്കാനിസം ആയിരിക്കും. ഞാൻ ഓൾറെഡി 2 പറഞ്ഞല്ലോ, സെയിം ഹോർമോൺ ആണ്. ഹൈ ഇൻസുലിൻ ലെവൽ ഓവറീസിനെ കൂടുതൽ ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. നിങ്ങളുടെ ബോഡിയിൽ ഹൈ ഇൻസുലിൻ ലെവൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവറിക്ക് അത് സിഗ്നൽ കൊടുക്കുകയാണ് എന്ത്? ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം ഹോർമോൺസിന് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബൈൻഡിങ് ചെയ്ത് അവിടെ പ്രോട്ടീന്റെ അളവ് കുറയ്ക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡിയിൽ സർക്കുലേറ്റിംഗ് ആയിട്ടുള്ള ആക്റ്റീവ് ആൻഡ്രോജൻ ലെവൽ കൂടും. ആ ഹോർമോൺ ബോഡിയിലെ ഏത് ഭാഗത്ത് പോയി ആക്ട് ചെയ്യുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എന്ത്? ബാക്കിയുള്ള സിംറ്റംസും നിങ്ങൾ ഈ കാണുന്ന സിംറ്റംസ്. ചിലപ്പോൾ ജോ ലൈനിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? ഓയിൽ പ്രൊഡക്ഷൻ കൂടും, അപ്പൊ ആക്നി ഡെവലപ്പ് ചെയ്യും. ഫേസിലും ബോഡിയിലും വരുമ്പോൾ എന്ത് സംഭവിക്കും? കോഴ്സ് ഹെയർ ഗ്രോത്ത് കൂടും. അതുപോലെ അത് സ്കാൽപ്പിലേക്കാണ് പോയി അവിടെയാണ് ആക്ട് ചെയ്യുന്നത് സംഭവിക്കും. അതിന്റെ ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. ഹെയർ ഫോളിക്കിൾസ് ഷ്രിങ്ക് ചെയ്ത് ഹെയർ തിന്നിങ് ഉണ്ടാക്കും. സോ അണ്ടർലൈങ് ആക്ടിവ് മെക്കാനിസം സെയിം ആണ്, ഒരേ ഹോർമോണൽ ഇംബാലൻസ് ആണ്, ആൻഡ്രോജന്റെ ഇഷ്യൂ തന്നെയാണ്. പക്ഷേ 3 ഡിഫറെന്റ് സിംറ്റംസ് അല്ലെങ്കിൽ 3 ഡിഫറെന്റ് എഫക്റ്റ് ആണ്. ഇനി 6ാമത്തെ എന്ന് പറയുന്നത് വൂണ്ട് ഹീലിംഗ് സ്ലോ ആവും. നമ്മൾ സാധാരണ നമുക്കൊരു വൂണ്ട് വന്നു കഴിഞ്ഞാൽ, ഒരു കട്ട് വന്നു കഴിഞ്ഞാൽ നാച്ചുറലി നമ്മുടെ ബോഡി അതിനെ ഹീൽ ചെയ്യിക്കുന്നുണ്ട്. ഇതാണ് അടുത്തൊരു സിഗ്നൽ. ആ ഒരു ഡിലേഡ് വൂണ്ട് ഹീലിംഗ് ആണ്. ഒരു ചെറിയൊരു കട്ട് പോലും ഹീൽ ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആഴ്ചകൾ എടുക്കും. ഒരു ചെറിയ ഒരു സ്കാബ് ഫോം ചെയ്തെന്ന് വിചാരിക്കുക, പിന്നെ അത് അവിടെ പിന്നെയും അത് ഓപ്പൺ ആവുന്നു. അത് വളരെ സ്ലോലി മാത്രമായിട്ട് ഹീൽ ആവുന്നുള്ളൂ. സോ അതെന്താ സംഭവിക്കുന്നത്? ഇൻസുലിൻ സിഗ്നൽ അബ്നോർമൽ ആവുമ്പോഴാണ് ഈ ടിഷ്യൂ റിപ്പയറും അങ്ങനത്തെ ആ ഒരു പ്രോസസ് ഒക്കെ ലെസ് എഫിഷ്യന്റ് ആവുന്നത്. സോ ബ്ലഡ് സപ്ലൈ കുറയും, കൊളാജൻ പ്രൊഡക്ഷൻ കുറയും, വൂണ്ട് ഹീലിംഗ് ചെയ്യുന്ന ഒരു ഇമ്മ്യൂൺ സെൽസിന്റെ ഒരു എഫിഷ്യൻസി കുറയും. ഇതിന്റെ എല്ലാം എഫിഷ്യൻസി ഇല്ലാണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചെറിയ ഇഞ്ചുറി ആണെങ്കിൽ പോലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈമിനേക്കാൾ കൂടുതൽ എടുത്തിട്ട് ഹീൽ ചെയ്യുക. അതായത് ഡിലേഡ് ഹീലിംഗ് വന്നു കഴിഞ്ഞാൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഹൈ ചാൻസ് ആണ്. അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ട്, അത് കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കും. ഇതാണ് 7ാമത്തെ സൈൻ. ഓൾറെഡി ക്രോണിക് സ്കിൻ കണ്ടീഷൻസ് ഉണ്ട്, അത് കുറച്ചും കൂടി സിവിയർ ആവും. ഫോർ എക്സാമ്പിൾ സോറിയാസിസ് അല്ലെങ്കിൽ സൂപ്പറേറ്റീവ, ഹിഡാരഡെൻഡിറ്റിസ് സൂപ്പറേറ്റീവ, ഐ ഡോണ്ട് നോ എക്സാക്ട് പ്രൊനൗൺസിയേഷൻ. പക്ഷേ സോറിയാസിസ്, ഓക്കെ, അത് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഈ ഒരു ഡിസീസിനെ നേരിട്ട് കോസ് ചെയ്യുന്നു പറയാൻ പറ്റില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പക്ഷെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കോ എക്സിസ്റ്റ് ചെയ്യാം. സോ അവിടെ സിംറ്റം കൂടുതൽ സിവിയർ അല്ലെന്നുണ്ടെങ്കിൽ അത് പെർസിസ്റ്റന്റ് ആവാനായിട്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഇൻഫാക്ട് ഇത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി വേഴ്സൺ ആക്കാനുള്ള പോസിബിലിറ്റി കൂടുതലുണ്ട്. സോ ഈ കണ്ടീഷൻ ഉള്ള ഒരാൾക്ക് നമ്മൾ പറഞ്ഞ മറ്റു സൈൻസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ അണ്ടർലൈങ് മെറ്റബോളിക് ഇഷ്യൂ ഇത് തന്നെയാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഈ സൈൻസ് ഓരോന്നിനും ഇൻസുലിൻ റെസിസ്റ്റൻസ് മാത്രമല്ല കാരണം. സ്കിൻ ടാഗ് എന്ന് പറയുന്നത് വേറെ കാരണങ്ങൾ കൊണ്ടുവരാം. ഹെയർ ലോസ് ആണെന്നുണ്ടെങ്കിലും വേറെ, ആക്നി ആണെങ്കിലും വേറെ കാരണം കൊണ്ടുവരാം. അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ പാച്ചസ് ചിലപ്പം വല്ല മെഡിക്കേഷൻ കാരണമോ മറ്റുള്ള ഏതെങ്കിലും ഹോർമോണൽ ഡിസോർഡേഴ്സോ കാരണം ഉണ്ടാവും. അതുകൊണ്ട് ഒരു സൈൻ കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഡാർക്ക് വെൽവെറ്റി സ്കിൻ അത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാണ്, അത് വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യാണ്. അതുപോലെ നമ്മുടെ പാംസിൽ, സോൾസിൽ, മൗത്തിന്റെ ഇൻസൈഡ് പോലുള്ള ഭാഗങ്ങളിൽ അൺയൂഷ്വൽ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ
അതൊരു പ്രോംപ്റ്റ് മെഡിക്കൽ ഇവാലുവേഷൻ അത്യാവശ്യമാണ് എന്തായാലും. കാരണം ചിലപ്പോൾ അത് കൂടുതൽ സീരിയസ് അണ്ടർലൈൻ കണ്ടീഷനിലേക്ക് പോകുന്ന ഒരു സിഗ്നൽ ആയിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ചോദിക്കുന്നത് എനിക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്റെ ബ്ലഡ് ഷുഗർ എങ്ങനെയാണ്, ആ റിപ്പോർട്ട് എങ്ങനെയാണ് നോർമൽ ആവുന്നതെന്ന്. ആൻസർ ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൂക്കോസും ഇൻസുലിൻ തമ്മിലുള്ള ഒരു ഡിഫറൻസിലാണ് ഇതിന്റെ ആൻസർ ഇരിക്കുന്നത്. ബ്ലഡ് ഷുഗർ ടെസ്റ്റ് എന്താണ് മെഷർ ചെയ്യുന്നത്? ഗ്ലൂക്കോസ് ആണ്, ഇൻസുലിൻ അല്ല. നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇൻസുലിൻ ആണ്. ബ്ലഡ് സെല്ല് ഇൻസുലിനോട് റെസിസ്റ്റൻസ് ആകുമ്പോഴാണ് എന്താണ് പാൻക്രിയാസ് ചെയ്യുന്നത്? കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. സോ റെസിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ എക്സ്ട്രാ ഇൻസുലിൻ ബ്ലഡ് ഷുഗർ ഒരു നോർമൽ റേഞ്ചിൽ നിലനിർത്തുകയും ചെയ്യും. അതായത് നമുക്ക് ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, അപ്പൊ എന്ത് ചെയ്യും? പാൻക്രിയാസിന് സിഗ്നൽ കിട്ടും. അപ്പൊ എന്ത് പാൻക്രിയാസ് എന്ത് ചെയ്യും? കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബ്ലഡ് ഷുഗർ നോർമൽ ആയിട്ട് നിർത്തും. അതുകൊണ്ട് ഗ്ലൂക്കോസ് റിപ്പോർട്ട് നമ്മൾ അത് എടുക്കുന്നത് പെർഫെക്റ്റ്ലി നോർമൽ ആയിട്ട് തന്നെ നിങ്ങൾ കാണുള്ളൂ. കാരണം എക്സസ് ഇൻസുലിൻ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് ബ്ലഡ് ഷുഗർ അവിടെ നോർമലി ആയിട്ട് നിൽക്കുന്നത്. എക്സസ് ഇൻസുലിൻ ക്രിയേറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ്. പക്ഷെ ആ ഒരു നോർമൽ റിസൾട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ പാൻക്രിയാസ് ഇവിടെ എക്സ്ട്രാ ജോലി എടുക്കുന്നുണ്ട്, എഫേർട്ട് എടുക്കുന്നുണ്ട്. സോ ബ്ലഡ് ഷുഗർ നോർമൽ ആയിരിക്കും, പക്ഷേ ഇൻസുലിൻ കയറിക്കൊണ്ടേയിരിക്കും അല്ലെ. ഈ ഓരോ വർഷങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നതോളും ഈ സിറ്റുവേഷൻ ഇങ്ങനെ പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അവസാനം പാൻക്രിയാസിന് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ആ ഒരു ഗ്ലൂക്കോസ് ലെവൽ അബ്നോർമലായി വരുന്നത്. കാരണം കുറെ പോയിന്റ് കഴിയുമ്പോൾ പാൻക്രിയാസിന് ആവശ്യത്തിനുള്ള ഇൻസുലിൻ അത്രയും കിട്ടുന്നില്ല, റെസിസ്റ്റൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങളുടെ ബ്ലഡിൽ അത് അഫക്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ബ്ലഡിൽ കാണുന്നതിനേക്കാളും മച്ച് 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 ബിഫോർ തന്നെ ഇത് നിങ്ങളുടെ ബോഡിയിൽ വന്നിട്ടുണ്ടാവും. അതിന്റെ സൈൻസ് ആണ് നിങ്ങൾക്ക് സ്കിന്നിൽ വിസിബിൾ ആകുന്നത്. അതുകൊണ്ട് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസും HbA1c മാത്രം നോക്കിയിട്ട് ഏർലി ഇൻസുലിൻ റെസിസ്റ്റൻസ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ കാരണങ്ങൾ നിങ്ങൾ നോക്കണം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുമെന്നാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. പലരും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണെന്നാണ് വിചാരിക്കുന്നത്. അത് ശരിയല്ല. ഒരു എത്ര ടോട്ടൽ ഫാറ്റ് ഉണ്ടെന്നുള്ളതിലല്ല ഇവിടെ കാര്യം. ഫാറ്റ് എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇന്റേണൽ ഓർഗാൻസിന്റെ ചുറ്റും, അതായത് ലിവർ അല്ല, അങ്ങനെ വിസറൽ ഫാറ്റ് എന്നാണ് പറയുന്നത് ഇന്റേണൽ ഓർഗാൻസിന്റെ. ആ ഒരു വിസറൽ ഫാറ്റിനുള്ള ഏറ്റവും നല്ല പെപ്റ്റൈഡ് ആണ് ടെസാമോറിൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സോ പുറമേ നിന്ന് നമ്മൾ സ്ലിം ആയി കാണുന്ന പലർക്കും വിസറൽ ഫാറ്റ് കൂടുതലായിരിക്കും. അത് നമ്മുടെ മെറ്റബോളിസത്തിന് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. സോ രണ്ടാൾക്കാർക്കും ഒരേ ബോഡി വെയിറ്റ് ആയിരിക്കും, പക്ഷെ രണ്ടുപേരും ഒരേപോലെ സ്ലിം തന്നെ ആയിരിക്കും. പക്ഷെ ഒരാൾക്ക് അതിൽ ഹെൽത്തി മെറ്റബോളിസം ആയിരിക്കും, മറ്റേയാൾക്ക് ഉണ്ടാവില്ല. കാരണം വിസറൽ ഫാറ്റ് കൂടുതലായിരിക്കും. പുറമേ നിന്നുള്ള ഫാറ്റ് കുറവായിരിക്കും, ഇന്റേണൽ ഓർഗൻസിന്റെ ഇടയിലുള്ള ഫാറ്റ് കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ രണ്ടാളും നോക്കുമ്പോഴോ അല്ലെങ്കിൽ മിറർ മാത്രം നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ആക്ച്വലി എപ്പോഴും മിസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോലും ചെയ്യാതെ പോകുന്ന ഒരു ടെസ്റ്റാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ്. സോ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് മെഷർ ചെയ്യുന്നത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനാണ്. ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് മെഷർ ചെയ്യുന്നത് എന്താണ്? ബ്ലഡിലുള്ള ഇൻസുലിൻ ലെവലാണ്. സോ നോർമൽ ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പാൻക്രിയാസ് എത്ര ഹാർഡ് വർക്ക് ആയിട്ട് എത്ര എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ടെസ്റ്റിൽ നമുക്ക് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടും. പക്ഷേ അതെ, അഗെയിൻ ഒരു സിംഗിൾ നമ്പർ നോക്കിയിട്ട് മാത്രം നമുക്ക് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു റിസൾട്ട് ഹെൽത്ത് കെയർ എക്സ്പെർട്ടിനെ തന്നെ കാണിച്ച് പ്രോപ്പറായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യണം. അലോങ് വിത്ത് ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് നോക്കണം, മെഡിക്കൽ ഹിസ്റ്ററി നോക്കണം, ഇൻഫ്ലമേഷൻ മാർക്കേഴ്സ് നോക്കണം, തൈറോയിഡ് ഫംഗ്ഷൻസ് നോക്കണം, അതർ ലബോറട്ടറി ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് സ്റ്റോറി ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ പറയുന്നത്, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിൻ മിക്കപ്പോഴും നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു ഡാർക്ക് തിക്ക് വെൽവെറ്റി സ്കിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കും. മൾട്ടിപ്പിൾ സ്കിൻ ടാക്സ് വരുന്നുണ്ട്, അഡൽട്ട് ആക്നി വരുന്നുണ്ട്, എക്സസ് ഫേഷ്യൽ അൺവാണ്ടഡ് ഏരിയയിൽ ഹെയറും വാണ്ടഡ് ഏരിയയിൽ സ്കാൽപ്പ് ഹെയർ തിന്നിങ് വരുന്നുണ്ട്. വൂണ്ട് ഹീലിംഗ് സ്ലോ ആണെന്നുണ്ടെങ്കിൽ ബോഡിയുടെ എഫിഷ്യൻസി കുറയാണ്. ഇതാണ് കാരണം. അതുപോലെ വേഴ്സണിങ് ഇൻഫ്ലമേറ്ററി സ്കിൻ ഡിസീസസ്, ഓരോ സൈനും വേറെ വേറെ കോസ് ഉണ്ടാവാം. പക്ഷെ ഇതിൽ പലതും ഒരുമിച്ച് വരാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു അണ്ടർലൈൻ പ്രോബ്ലത്തിന്റെ ഒരു വ്യത്യസ്ത എക്സ്പ്രഷൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. സോ അതുകൊണ്ടാണ് ഓരോ സിംറ്റത്തിനെയും സെപ്പറേറ്റ്ലി മാത്രം നോക്കരുത്, ഒരു ഹോൾ പിക്ചർ ആയിട്ട് നോക്കിയിട്ട് ഓരോന്നിനെ എടുത്തിട്ട് നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പറയുമ്പോൾ ഒരുമിച്ചുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോൾ പിക്ചർ നോക്കണം. സോ ബ്ലഡ് ഷുഗർ അബ്നോർമൽ ആവുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് തിരിച്ചറിയാനായിട്ട് ഈ വാർണിംഗ് സൈൻസ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. സോ പ്രോബ്ലം നിങ്ങൾക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ കൂടുതൽ ഒരു സീരിയസ് മെറ്റബോളിക് ഡിസീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈലും ന്യൂട്രീഷനും എക്സസൈസും സ്ലീപ്പും സ്ട്രെസ് മാനേജ്മെന്റും കോർട്ടിസോളും മെഡിക്കൽ ഇവാലുവേഷൻ ഒക്കെ വഴി നിങ്ങൾക്ക് അത് പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ എടുത്ത് നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും ഓർക്കുക, നോർമൽ ബ്ലഡ് ഷുഗർ എന്നുള്ളത് ഒരു നോർമൽ ഇൻസുലിൻ എന്നുള്ളതല്ല. നിങ്ങളുടെ സ്കിൻ നൽകുന്ന സിഗ്നൽസ് നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇയേഴ്സ് എടുക്കും അത് ബോഡിയിൽ വന്നതിന് ശേഷം. ബട്ട് നിങ്ങളുടെ സ്കിൻ
നിങ്ങൾക്ക് അതിനുള്ള സിഗ്നൽസ് തരും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.